ഹലോ സ്റ്റുഡൻസ്, നമ്മൾ അസൈൻമെൻറ്റ് 15-ൻ്റെ 3 പാർട്ടായിട്ട് നമ്മൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് ഡിസ്കസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ആ സ്ലൈഡിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കണ്ടൻറ് ഓഫ് ആൻ അറേ പോയിൻ്റർ യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പം തന്നെ അറേ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. 11, 20 അങ്ങനെ കുറച്ച് കണ്ടൻറ്റുമായിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു, 5 എലമെൻസുമായിട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ലൂപ്പിൽ നമുക്ക് പോയിൻ്റർ യൂസ് ചെയ്തിട്ട് അതിനെ ആക്സസ് ചെയ്ത് പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഡിസ്പ്ലേ ദ കണ്ടൻറ് ഓഫ് ആൻ അറേ യൂസിങ് പോയിൻ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അറേയുടെ കണ്ടൻറ്റ് പോയിൻ്റർ യൂസ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് അറേയുടെ കണ്ടൻറ്റിനെ എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർ A+i, ഓക്കെ, A+0, A+1, A+2. അപ്പം A എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് അഡ്രസ്സ് തന്നെ. അപ്പം സ്റ്റാർ A എന്ന് പറയുന്നത്, അപ്പോൾ A+0 എന്ന് സ്റ്റാർ A, അപ്പോൾ സ്റ്റാർട്ടിങ് അഡ്രസ്സിലുള്ള കണ്ടൻറ്റ്, അപ്പോൾ അത് 11 ആയിരിക്കും. സ്റ്റാർ A+1, അപ്പം 2 ബൈറ്റ്സും കൂടെ മാറിയിട്ട് അപ്പോൾ അടുത്ത അഡ്രസ്സിൽ ഉള്ള കണ്ടൻറ്റ്, അതായത് 22. പിന്നെ +2 എന്ന് പറയുമ്പോൾ 2 × 2 4 ബൈറ്റ്സ് മാറും. എന്നിട്ട് ആ രണ്ടാമത്തെ അഡ്രസ്സിലുള്ള കണ്ടൻറ്റ് 33. അങ്ങനെ A+3, A+4 അങ്ങനെ എല്ലാ കണ്ടൻറ്റിനെയും എടുത്ത് ആ വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. സോ ദ അറേ കണ്ടൻറ്റ്സ് ആർ ഇങ്ങനെയായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി അടുത്തത് നമുക്ക് റീഡ് ആൻഡ് ഡിസ്പ്ലേ ആൻ അറേ യൂസിങ്. അപ്പോൾ റീഡ് ചെയ്യുകയും വേണം, ഡിസ്പ്ലേ ചെയ്യുകയും വേണം ഈ പോയിൻ്റർ യൂസ് ചെയ്ത്. അപ്പോൾ ഞാനിവിടെ പോയിൻ്റർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് A. ഇനി ഫോർ ലൂപ്പിന് വേണ്ടി I, നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഓക്കെ, ഹൗ മെനി എലമെൻറ്റ്സ് റീഡ് ചെയ്തു. ഓക്കെ, ഇനി അതിനുള്ള മെമ്മറി അലക്കേറ്റ് ചെയ്യാനുള്ളതാണ്. മാലോക്ക് യൂസ് ചെയ്ത് ഞാൻ മെമ്മറി അലക്കേറ്റ് ചെയ്യുന്നു. ഇൻ സ്റ്റാർ ടൈപ്പ് കാസ്റ്റ് ചെയ്തു മാലോക്ക് n × സൈസ് ഓഫ് n. ഇതൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് മെമ്മറി അലോക്ക് ചെയ്യുന്നു. ഇനി മെമ്മറി അലക്കേഷൻ സക്സസ്ഫുൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ്. ഇതാണ് സേഫ്. ഇത് ഇല്ല എങ്കിലും മെമ്മറി അലക്കേഷൻ നടന്നു കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ല. അപ്പം ഈ കോഡ് നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നു അലക്കേഷൻ സക്സസ്ഫുൾ ആണോ എന്നുള്ളത്. അലക്കേഷൻ സക്സസ്ഫുൾ അല്ലെങ്കിൽ നള്ള് റിട്ടേൺ ചെയ്യും. അതുകൊണ്ട് നള്ളാണോ എന്ന് ചെക്ക് ചെയ്യും. നള്ളാണെങ്കിൽ അലക്കേഷൻ ഫെയിൽഡ് എന്ന് എഴുതി പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുക. അതല്ല എങ്കിൽ എൻ്റർ ദ എലമെൻറ്റ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്നിട്ട് ലൂപ്പിൽ നമ്മൾ എല്ലാ എലമെൻറ്റ്സിനെയും, ഇപ്പോൾ A+i എന്നതിന് പകരം ഇവിടെ A+i എന്ന് മാത്രം കൊടുത്താൽ മതി. അത് അതിൻ്റെ അഡ്രസ്സ് തന്നെയാണ്, അല്ലേ? A എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ്. A+1, A+2, A+3 അങ്ങനെ എല്ലാ എലമെൻറ്റ്സിൻ്റെയും അഡ്രസ്സിനെ നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, അപ്പം അതിൻ്റെ ഉള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും അഡ്രസ്സിനെ കൊടുത്ത് നമ്മൾ റീഡ് ചെയ്യുന്നു. ദെൻ എലമെൻറ്റ്സ് ആർ എന്ന് പറഞ്ഞിട്ട് ആ എലമെൻറ്റ്സിനെ എല്ലാം നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ വാല്യൂസിനെ നമുക്ക് ഈ രീതിയിൽ പ്രിൻ്റ് ചെയ്യണം. സ്റ്റാർ A+0, സ്റ്റാർ A+1 അങ്ങനെ എല്ലാ എലമെൻറ്റ്സിനെയും പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമായി നമ്മളിങ്ങനെ പ്രിൻ്റ് ചെയ്യും. സ്റ്റാർ A+, %d സ്ഥാനത്ത് I വരും. അപ്പോൾ 0, 1, 2, 3, 4 എന്ന് ഇവിടെ പ്രിൻ്റ് ചെയ്യും. ഇവിടെ %d സ്ഥാനത്ത് ഇവിടെ സ്റ്റാർ A+, ആ കണ്ടൻറ്റിനെ എടുത്ത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അപ്പം ഓരോ വാല്യൂസിനെയും ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പം ഞാൻ റൺ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഹൗ മെനി എലമെൻറ്റ്സ് ചോദിക്കുന്നു. ഹൗ മെനി എലമെൻറ്റ്സ് 10. പിന്നെ ആ മെമ്മറി അലക്കേഷൻ നടന്നു. അതിനുശേഷം എൻ്റർ ദി എലമെൻറ്റ്സ് എന്നിട്ട് ആ എലമെൻറ്റ്സിനെ റീഡ് ചെയ്യുന്നു. ഞാൻ 10 എലമെൻറ്റ്സിനെ റീഡ് ചെയ്യുന്നു ഇവിടെ. ഇനി ദ എലമെൻറ്റ്സ് ആർ എന്ന് പറഞ്ഞ് ആ വാല്യൂസിനെ എല്ലാത്തിനെയും ഞാൻ ഡിസ്പ്ലേ ചെയ്യണം. സ്റ്റാർ A+0, A+1 അങ്ങനെ A+9 ലാസ്റ്റ് എലമെൻറ്റ് 0 ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഇനിയിപ്പം ഈ രീതിയിലൊന്നും വേണ്ട, ഈ സ്റ്റാർ A+0 ഒന്നും വേണ്ട, ഈ വാല്യൂസ് മാത്രം മതിയെങ്കിൽ സിമ്പിളായിട്ട് പ്രിൻറ്റ് ചെയ്താൽ മതി. ഈ പ്രിൻ്റ്-എഫിനെ ഈ രീതിയിലങ്ങ് മാറ്റുക. എലമെൻറ്റ്സ് ആർ എന്ന് പറഞ്ഞിട്ട് for i = 0, i <n i++, പ്രിൻ്റ്-എഫ് %d A+, ഇത് മാത്രം മതി. അപ്പോൾ ആ വാല്യൂസിനെ അപ്പോൾ ഔട്ട്പുട്ടിൽ ഇത് കണക്ക് എലമെൻറ്റ്സ് ആർ ഈ രീതിയിൽ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് സം ആൻഡ് ആവറേജ് ഓഫ് n നമ്പേഴ്സ് യൂസിങ് പോയിൻറ്റേഴ്സ്. അപ്പോൾ n നമ്പേഴ്സിൻ്റെ സം ആൻഡ് ആവറേജ് അറേ യൂസ് ചെയ്ത് സം ആൻഡ് ആവറേജ് കണ്ടുപിടിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ array again pointer declare ചെയ്തു I
ഫോർ ലൂപ്പിന് വേണ്ടി n നമ്പർ ഓഫ് എലമെൻറ്റ്സിന് വേണ്ടി സം കണ്ടുപിടിക്കാൻ സം അത് ഇൻറ്റിജർ ആക്കി, കാരണം ഇൻറ്റിജർ എലമെൻറ്റ്സ് ആണ് ഞാൻ റീഡ് ചെയ്യുന്നത്. ഇനി ആവറേജ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആക്കി. ഓക്കെ, നൗ ഹൗ മെനി എലമെൻറ്റ്സ് n ചെയ്തു, ഞാൻ അതിൻ്റെ മെമ്മറി അലൊക്കേഷൻസ് നടത്തി. ഇനി മെമ്മറി അലൊക്കേഷൻ സക്സസ്ഫുൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തു. ഇനി എൻ്റർ ദി എലമെൻറ്റ്സിനെ റീഡ് ചെയ്യുകയാണ്. അപ്പം ഓരോ എലമെൻറ്റിനെയും നേരത്തെ പോലെ തന്നെ A+i യൂസ് ചെയ്ത് റീഡ് ചെയ്യുകയാണ്. അപ്പോൾ റീഡ് ചെയ്യുമ്പം തന്നെ ഞാൻ സമ്മും കൂടെ കണ്ടുപിടിച്ചാണ്. സം ഇസ് ഈക്വൽ ടു സം പ്ലസ് സ്റ്റാർ A+i. അപ്പോൾ ആ എലമെൻറ്റിനെ ഇപ്പോൾ റീഡ് ചെയ്ത എലമെൻറ്റിനെ സമ്മിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്ത് പോയി. ആദ്യം 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 0 പ്ലസ് ആദ്യം റീഡ് ചെയ്ത എലമെൻറ്റ്, രണ്ടാമത് റീഡ് ചെയ്ത എലമെൻറ്റ്, അങ്ങനെ ആഡ് ചെയ്ത് സമ്മിൽ ഈ ലൂപ്പ് തീരുമ്പോഴത്തേക്കും എല്ലാ എലമെൻറ്റും റീഡ് ചെയ്യുകയും ചെയ്യും, സമ്മിൽ എല്ലാ എലമെൻറ്റ്സും ഉണ്ടാവുകയും ചെയ്യും. ഇനി എനിക്ക് ആ അറേ വേണ്ട, എൻ്റെ സമ്മ് കിട്ടിക്കഴിഞ്ഞു, സമ്മ് ആവറേജ് കണ്ടുപിടിക്കാണല്ലോ. ഞാൻ അതിനുശേഷം ഞാനങ്ങ് അറേ ഫ്രീ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അറേ ഫ്രീ ചെയ്യാം. ഇവിടെയും നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അറേ ഫ്രീ ചെയ്തിട്ടുണ്ട് മുന്നത്തെ പ്രോഗ്രാമിന്. അതുപോലെ ഇവിടെയും നമ്മൾ മെമ്മറി അലൊക്കേഷൻ ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ടല്ലോ, ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ ഫങ്ഷൻ. അതിൻ്റെ അകത്ത് ഫ്രീ എന്ന് പറയുന്നത് മെമ്മറി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്രീ എ എന്ന് പറയുമ്പോൾ ഇവിടെ ഐയുടെ മെമ്മറി റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി എനിക്ക് ആവറേജ് കണ്ടുപിടിക്കണം. സോ ആവറേജ് ഈസ് ഈക്വൽ ടു സം ബൈ n അല്ലേ, സം ബൈ n എലമെൻറ്റ്സ് ആണ്, അപ്പോൾ സം ബൈ n ചെയ്യുക. പക്ഷേ ഇത് ഇൻറ്റിജർ ആയതുകൊണ്ട് സം ഇൻറ്റിജറാണ്, എന്നും ഇൻറ്റിജറാണ്, അപ്പോൾ അത് ട്രങ്കേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മുകളിൽ ഞാൻ ഫ്ലോട്ടായിട്ട് ഒന്ന് ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ന്യൂമറേറ്ററിനെ ഞാൻ ടൈപ്പ് കാസ്റ്റ് ചെയ്തു. സോ ദെൻ എൻ്റെ സം ഈസ് ഈക്വൽ ടു ദിസ് വാല്യൂ ആൻഡ് ആവറേജ് ഈസ് ഈക്വൽ ടു ദിസ് വാല്യൂ. സമ്മും ആവറേജും ഞാൻ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെയാണ്? ഹൗ മെനി എലമെൻറ്റ്സ് 5. ഞാൻ എൻ്റർ ദി എലമെൻറ്റ്സ് പറഞ്ഞു, 5 എലമെൻറ്റ്സിനെ ഞാൻ കൊടുത്തു. സമ്മ് 166. ഇവിടെ ഓരോ പ്രാവശ്യവും കൂട്ടി വന്നപ്പോഴത്തേക്ക് 166 വന്നു. ആൻഡ് ആവറേജ് ഇസ് ഈക്വൽ ടു ഇന്ന് കണ്ടുപിടിക്കുമ്പോൾ 33 പോയിൻറ്റ്. ഓക്കെ, ഈ വാല്യൂസ് കിട്ടുന്നു. ഓക്കെ, നൗ നെക്സ്റ്റ് ബബിൾ സോർട്ട് യൂസിങ് പോയിൻറ്റേഴ്സ് അല്ലേ, വിതൗട്ട് യൂസിങ് ഫങ്ഷൻ ബബിൾ സോർട്ട് പോയിൻറ്റേഴ്സ് യൂസ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞു. അഗെയിൻ അറേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പോയിൻ്റർ ഡിക്ലെയർ ചെയ്തു. ഫോർ ലൂപ്പിന് i ജെയും വേണം, 2 എണ്ണം വേണം ബബിൾ സോർട്ടിന് അല്ലേ, ഐയും ജെയും. ഇനി n നമ്പർ ഓഫ് എലമെൻറ്റ്സിന്, ടെമ്പ് സ്വാപ്പിങ്ങിന് വേണ്ടി ടെമ്പ് വേണം. ഹൗ മെനി എലമെൻറ്റ്സ് n, അതിൻ്റെ മെമ്മറി അലൊക്കേഷൻ. ഇനി അത് സക്സസ്ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്തു. ഇനി എൻ്റർ ദി എലമെൻറ്റ്സ് ഞാൻ നേരത്തെ പോലെ തന്നെ A+i യൂസ് ചെയ്ത് അതിൻ്റെ എല്ലാ എലമെൻറ്റ്സിനെയും ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് റീഡ് ചെയ്തതിന് ശേഷം ബബിൾ സോർട്ട്. ഇതാണ് അതിൻ്റെ ബബിൾ സോർട്ടിൻ്റെ പ്രോഗ്രാം അല്ലേ, നമുക്കറിയാം. സോ i is equal to 0, i less than n minus 1, i plus plus, j is equal to 0, j less than n minus i minus 1, j plus plus. ഒക്കെ അറിയാത്തവർ, ബബിൾ ബബിൾ സോർട്ടിൻ്റെ വീഡിയോസ് പോയി കാണുക, അത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് if സ്റ്റാർ A+j, അപ്പോൾ ഇവിടെ A ഓഫ് ജെ അറേ ആണെങ്കിൽ AJ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ സ്റ്റാർ A+j എന്ന് ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഇവിടെ AJ+1 എന്ന് ഉപയോഗിക്കുന്നതിന് പകരം അറേ AJ+1 എന്ന് ഉപയോഗിക്കുന്നതിന് പകരം ഞാനിവിടെ A+j+1 എന്ന് ഉപയോഗിക്കുന്നു. A സ്ക്വയർ ബ്രാക്കറ്റിൽ J+1 എന്ന് ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ A+j+1. ഇവിടെ A സ്ക്വയർ ബ്രാക്കറ്റിൽ J എന്ന് ഉപയോഗിക്കുന്നതിന് പകരം A+j എന്ന് ഉപയോഗിക്കുന്നു. ഇനി ടെമ്പിലേക്ക് ആ ജെയിലുള്ള കണ്ടൻറ്റ്, ഓക്കെ, ഓക്കെ, സ്റ്റാർ A+j. ഇനി ജെയിലുള്ള കണ്ടൻറ്റിലേക്ക് J+1ലുള്ള കണ്ടൻറ്റ്, ഓക്കെ, ഇനി J+1ലുള്ള കണ്ടൻറ്റിലേക്ക് ടെമ്പിലുള്ള കണ്ടൻറ്റ്. സ്വാപ്പിംഗ് നടന്നു. ഓക്കെ, അപ്പോൾ ഓരോ പ്രാവശ്യവും ചെയ്ത് ആ ലൂപ്പിംഗ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ എലമെൻറ്റ്സും സോർട്ടഡ് ആയിരിക്കും. ഓക്കെ, സോർട്ടഡ് എലമെൻറ്റ്സ് ആർ, എന്നിട്ട് ആ എലമെൻറ്റ്സിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സ്റ്റാർ A+i വെച്ചിട്ട് നമുക്ക് ആ എലമെൻറ്റ്സിനെ എല്ലാം പ്രിൻറ്റ് ചെയ്യുന്നു. ഇപ്പോഴാണ് എൻ്റെ അറേയുടെ ഉപയോഗം കഴിഞ്ഞത്. അതിനുശേഷം ഞാൻ അറേ ഫ്രീ ചെയ്യുന്നു, ആ പോയിൻ്റർ ഫ്രീ ചെയ്യുന്നു. ഓക്കെ, എ ഫ്രീ ചെയ്യുന്നു. ഔട്ട്പുട്ട് ഹൗ മെനി എലമെൻറ്റ്സ് 5. എൻ്റെ എലമെൻറ്റ്സ് എലമെൻറ്റ്സ് എൻ്റർ ചെയ്യുന്നു. 5 എലമെൻറ്റ്സിനെയും സോർട്ടഡ് എലമെൻറ്റ്സ് ആർ സോർട്ടഡ് ഓർഡറിൽ പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, നൗ ലീനിയർ സെർച്ചിലും അഗെയിൻ പോയിൻ്റർ ഡിക്ലെയർ ചെയ്യുന്നു. ഫോർ ലൂപ്പിന് i, നമ്പർ ഓഫ് എലമെൻറ്റ്സിന് n, സെർച്ച് കീക്ക് k, ഫ്ലാഗ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ചെയ്തിരുന്നത്. അപ്പോൾ അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, നേരത്തെ യൂസ് ചെയ്തത്. ഹൗ മെനി എലമെൻറ്റ്സ് n, മെമ്മറി അലൊക്കേഷൻ, എലമെൻറ്റ്സിനെ റീഡ് ചെയ്യുന്നു നേരത്തെ പോലെ തന്നെ.
എ പ്ലസ് ഐ യൂസ് ചെയ്ത്. എൻ്റെ ദ എലമെൻറ്റ് ടു ബി സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റിനെ ഞാൻ റീഡ് ചെയ്യുന്നു കെ. ഓക്കെ, കെ വെച്ച് ഞാൻ റീഡ് ചെയ്യുന്നു. അപ്പോൾ ഏത് എലമെൻ്റാണ് സെർച്ച് ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ കെ. ഓക്കെ, ഇനി ഞാൻ ഫോർ ലൂപ്പ് വെച്ചിട്ട് അതിൻ്റെ എല്ലാ എലമെൻറ്റിലേക്കും ഞാൻ ഓരോ പ്രാവശ്യം ട്രാവേഴ്സ് ചെയ്തിട്ട് അതിൻ്റെ എലമെൻറ്റ് കെ ആണോ, ഓരോ പൊസിഷനിലുമുള്ള എലമെൻറ്റ്, ഓരോ ഇൻഡെക്സിലുള്ള എലമെൻറ്റ് കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു അല്ലേ. അതിനെന്താ വേണ്ടത്? എ ഓഫ് ഐ ഇസ് ഈക്വൽ ടു കെ. എ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിൽ ഐ എന്നായിരുന്നു നമ്മൾ അറേ യൂസ് ചെയ്തപ്പം ചെയ്തിരുന്നത്. അതിന് പകരം നമ്മളിവിടെ എ സ്റ്റാർ എ പ്ലസ് ഐ എന്ന് യൂസ് ചെയ്യുന്നു. ഓക്കെ, സ്റ്റാർ എ പ്ലസ് ഐ എന്ന് യൂസ് ചെയ്യുന്നു. എ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിൽ ഐ എന്നുള്ളതിന് പകരം സ്റ്റാർ ബ്രാക്കറ്റിൽ എ പ്ലസ് ഐ എന്ന് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഈക്വൽ ടു കെ ആണെങ്കിൽ എന്താണ് നമ്മൾ കണ്ടു അല്ലേ, ആ സെർച്ച് കണ്ടു. 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് പോവുകയാണ് അവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, അങ്ങനെ ചെക്ക് ചെയ്ത് 0th ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ്, അങ്ങനെ ചെക്ക് ചെയ്ത് പോവുകയാണ്. അപ്പം ആദ്യം 0th ഇൻഡെക്സിൽ കെ ഉണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് നിർത്താം. ഇല്ലായെങ്കിൽ അടുത്ത എലമെൻറ്റ് 2, 1, സ്റ്റാർ എ പ്ലസ് 0, സ്റ്റാർ എ പ്ലസ് 1, അങ്ങനെ എല്ലാം പോകും. എവിടെ വെച്ച് കാണുന്നോ അവിടെ വെച്ച് നിർത്തും. എന്നിട്ട് ഫ്ലാഗിനെ 1 ആക്കും. അവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഫ്ലാഗിനെ 1 ആക്കിയിട്ട് ബ്രേക്ക് ചെയ്യും. ആ ഫോർ ലൂപ്പിൽ നിന്ന് പുറത്ത് വരും. പിന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. ചിലപ്പോൾ ഒരു വലിയ ലിസ്റ്റായിരുന്നുവെങ്കിൽ ഒരു 1000 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ 1 lakh ഉള്ള ലിസ്റ്റൊക്കെ ആണെങ്കിൽ അത്രയും എലമെൻറ്റ് പോകണ്ടേ. അപ്പോൾ നമ്മൾ എവിടെ വെച്ച് കണ്ടോ അവിടെ വെച്ച് അങ്ങ് നിർത്തുക. അപ്പോൾ അതിനാണ് ഫ്ലാഗ് 1 ആക്കിയിട്ട് ബ്രേക്ക് ചെയ്തിങ്ങ് പുറത്ത് വന്നു. ഇഫ് ഫ്ലാഗ് ഈസ് ഈക്വൽ ടു 1, അപ്പം ഫ്ലാഗ് 1 ആണ്. ഇവിടെ ഈ പോയിന്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇത് നോർമലി തീരും. ഓക്കെ, ഇപ്പോൾ 20 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ 20 എലമെൻറ്റ്സ് തീർന്നു കഴിയുമ്പോൾ ഇവിടെ വരും. അതല്ല എങ്കിൽ ഇവിടെ വെച്ച് ഫ്ലാഗ് 1 ആക്കി ബ്രേക്ക് ചെയ്ത് വരുന്നു. ഈ 2 കേസാണ് ഇവിടെ വരുന്നത്. അപ്പം ഫ്ലാഗ് 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം കണ്ടിട്ട് പുറത്തു വന്നതാണ്. ഓക്കെ, അപ്പോൾ എലമെൻറ്റ് ഫൗണ്ട് അറ്റ് ഇൻഡെക്സ് ഐ, ആ ഐയുടെ പൊസിഷനിലാണ് ഇപ്പോൾ എലമെൻറ്റ് കണ്ടത് എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യുക. അതർവൈസ് എലമെൻറ്റ് നോട്ട് ഫൗണ്ട്, എലമെൻറ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, എൻ്റെ ആവശ്യം കഴിഞ്ഞു. ഞാൻ ഇനി എ ഫ്രീ ചെയ്യുക, പോയിൻ്ററിനെ ഫ്രീ ചെയ്യുക, മെമ്മറി ഫ്രീ ചെയ്തു. ഹൗ മെനി എലമെൻറ്റ്സ്? 5. എൻ്റർ ദി എലമെൻറ്റ്സ്, എലമെൻറ്റ്സിനെ കൊടുത്തു. എൻ്റർ ദി എലമെൻറ്റ് ടു ബി സെർച്ച്ഡ്, ഞാൻ 65 കൊടുത്തു. 65 എൻ്റെ എലമെൻറ്റ് ഫൗണ്ട് അറ്റ് ഇൻഡെക്സ് 2, 0, 1, 2. ഓക്കെ, അപ്പോൾ 2 പൊസിഷനിലാണുള്ളത്. ഇനി രണ്ടാമതൊരു കേസും കൂടി. ഹൗ മെനി എലമെൻറ്റ്സ്? 5. എൻ്റർ ദി എലമെൻറ്റ്സ് കൊടുത്തു. എൻ്റർ ദി എലമെൻറ്റ് ടു ബി സെർച്ച്, ഞാൻ 50 കൊടുത്തു. അതിനകത്ത് ഇല്ല. സോ എലമെൻറ്റ് നോട്ട് ഫൗണ്ട്. ഓക്കെ, നൗ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്, പോയിൻറ്റേഴ്സ് യൂസ് ചെയ്ത് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് കണ്ടുപിടിക്കാൻ. ഐ ഫോർ ലൂപ്പിന് വേണ്ടിയിട്ട് ഐ, ഇനി str സ്ട്രിങ്ങിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇനി strനെ ഞാൻ മെമ്മറി അലൊക്കേഷൻ ഒരു 20 ക്യാരക്ടേഴ്സിന് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെമ്മറി അലൊക്കേറ്റ് ചെയ്തു. എൻ്റെ ദ സ്ട്രിങ് ഞാൻ സ്ട്രിങ്ങിനെ റീഡ് ചെയ്യുന്നു. നൗ ഞാൻ ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ പോയി ആ എലമെൻറ്റ് പിന്നെ /0 ആയോ, അതായത് എൻഡ് ഓഫ് ദ സ്ട്രിങ് ആയോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന str സ്ക്വയർ ബ്രാക്കറ്റിൽ ഐ എന്ന് ഉപയോഗിച്ചിരുന്നു. അതിന് പകരം ഇവിടെ str പ്ലസ് ഐ എന്ന് യൂസ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ പ്ലസ് ഐ യൂസ് ചെയ്യുന്നു, സ്റ്റാർ ഇടുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നോട്ട് ഈക്വൽ ടു /0 അങ്ങനെയാണെങ്കിൽ, അപ്പം ഫസ്റ്റ് എലമെൻറ്റ് 0ൽ വന്നു, അത് /0 അല്ല. 1ൽ വന്നു, /0 അല്ല. 2ൽ വന്നു, /0 അല്ല. 3ൽ വന്നു, /0 അല്ല. 4ൽ വന്നു, /0 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്ത് പുറത്ത് വന്നു. അപ്പോൾ ഇതിന് ബോഡി ഇല്ല, അപ്പോൾ ഇതിങ്ങനെ മാറി മാറി പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഐ 0 ആകുമ്പോൾ അത് /0 ആണോ എന്ന് ചെക്ക് ചെയ്ത് അല്ല എങ്കിൽ ബോഡിയാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ ബോഡി ഇല്ല, ഇവിടെ സെമിക്കോളനാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഇൻക്രിമെൻറ്റ് ചെയ്യും ഐ++. അപ്പോൾ ഐ 1 ആക്കി. എന്നിട്ട് str+1 /0 ആണോ നോക്കി, അല്ല എങ്കിൽ പിന്നെയും i++, 2i, അങ്ങനെ പോകും. ഓക്കെ, ഫൈനലി /0 കണ്ടെടുത്ത് വെച്ചിട്ട് പുറത്ത് വരും. സോ അതാണ് നമ്മുടെ ലെങ്ത്ത്, ഐ എന്ന് പറയുന്നതാണ് ലെങ്ത്ത്. കാരണം എന്താണ്, നമ്മൾ 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഹെലോ എന്നാണെങ്കിൽ 0, 1, 2, 3, 4, ഇപ്പോൾ HELLO, അപ്പം 5ൽ നിർത്തണം. ഓക്കെ, അതാണ്. അപ്പം 0, 1, 2, 3, 4, 5, 0, 1, 2, 3, 4, 4ൽ ആകുമ്പോഴത്തേക്കും HELLOയിൽ വരും. എന്നിട്ട് 5 ആകുമ്പോഴത്തേക്കും /0 ആയി പുറത്ത് വരും. അപ്പം 5 ആണ് നമ്മുടെ ലെങ്ത്. ഓക്കെ, ഇവിടെ എൻ്റെ ദ സ്ട്രിങ് ഐ ലവ് ഇന്ത്യ, ലെങ്ത് ഓഫ് ദ സ്ട്രിങ് 12.
ഇനി കോപ്പി ഓഫ് ദ സ്ട്രിങ് വേറൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ യൂസിങ് സ്ട്രിങ് ഫംഗ്ഷൻ, വിത്തൗട്ട് യൂസിങ് സ്ട്രിങ് ഫംഗ്ഷൻ. ഓക്കെ, പോയിൻറ്റേഴ്സ് യൂസ് ചെയ്ത് സ്ട്രിങ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഐ ലൂപ്പിന് വേണ്ടിയിട്ട് 2 സ്ട്രിങ് ഉണ്ട്. അപ്പോൾ 2 പോയിൻറ്റേഴ്സ് ഡിക്ലെയർ ചെയ്തു, str1 ആൻഡ് str2. അതിന് രണ്ടിനും മെമ്മറി അലൊക്കേഷൻസ് നടന്നു. ഓക്കെ, 20 ക്യാരക്ടേഴ്സ് വരെ ഒരു സാമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത്രയും ഞാൻ 2 മെമ്മറി അലൊക്കേഷൻസ് നടന്നു. എൻ്റെ ഫസ്റ്റ് സ്ട്രിങ്, ഒന്നാമത്തെ സ്ട്രിങ് ഞാൻ എൻ്റർ ചെയ്തു ഗെറ്റ്സ് str1. അത് മാത്രമല്ലേ ഉള്ളൂ, അത് str2ലേക്ക് കോപ്പി ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പം എന്തു എഴുതു? അപ്പം ഞാൻ ലൂപ്പിൽ 1 by 1 ആയിട്ട് ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ക്യാരക്ടർ ബൈ ക്യാരക്ടർ പോയി /0 വരെ മൂവ് ചെയ്തു. എന്നിട്ട് രണ്ടാമത്തെ സ്ട്രിങ്ങിലേക്ക് ഞാൻ ഒന്നാമത്തെ സ്ട്രിങ്ങിലുള്ള ക്യാരക്ടറിനെ കോപ്പി ചെയ്യുന്നു. അപ്പം i 0 ആകുമ്പോൾ അത് /0 ആണോ എന്ന് നോക്കി, str1 + 0. ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ /0 ആണോ? അല്ല എങ്കിൽ അത് സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറായിട്ട് എഴുതുക. str2 + 0 *str1 + 0. അപ്പം അത് കഴിഞ്ഞ് i ഇൻക്രിമെൻറ്റ് ചെയ്തു 1 ആയി. അപ്പം അത് /0 ആണോ എന്ന് ചെക്ക് ചെയ്തു, /0 അല്ല. അപ്പം സ്ട്രിങ് തീർന്നിട്ടില്ല. അപ്പം str2 + 1 str2 + 1 *str1 + 1. അങ്ങനെ സെക്കൻഡ് ക്യാരക്ടറിനെയും കോപ്പി ചെയ്തു. ഇനി തേർഡ് ക്യാരക്ടർ, ഫോർത്ത് ക്യാരക്ടർ എവിടം വരെ /0 ആവുന്നത് വരെ, ആ സ്ട്രിങ് /0 ആവുന്നത് വരെ ചെയ്യും. ആണെങ്കിൽ ഇനി പുറത്ത് വരും. അപ്പം /0 കോപ്പി ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവസാനം ഒരു /0 കൂടി അങ്ങ് കോപ്പി ചെയ്ത് കൊടുക്കണം. str2 + i അതിൻ്റെ കണ്ടൻ്റായിട്ട് /0 കോപ്പി ചെയ്ത് കൊടുത്തു. അപ്പം ആ അവസാനത്തെ ക്യാരക്ടർ /0 ആക്കി, അല്ലെങ്കിൽ സ്ട്രിങ് ടെർമിനേറ്റഡ് ആവില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്തു. അപ്പോൾ സ്ട്രിങ്സ് രണ്ടും പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് string 1ഉം string 2ഉം. അതിനുശേഷം സ്ട്രിങ് രണ്ടിനെയും മെമ്മറി ഫ്രീ ആക്കി, str1 str2. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് സ്ട്രിങ് ഞാൻ ടെസ്റ്റ് സ്ട്രിങ് എന്ന് കൊടുത്തു. str1 ഓക്കെ, അപ്പോൾ str1 ഇവിടെ കോപ്പി ചെയ്യപ്പെട്ടു. അതിനുശേഷം str1 ടെസ്റ്റ് സ്ട്രിങ്ങുമായി str2 ടെസ്റ്റ് സ്ട്രിങ്ങും ആയി, രണ്ടും കോപ്പി ചെയ്തു. ഓക്കെ, രണ്ടും ഒന്ന് തന്നെ ആയി. ഇനി അടുത്തത് യൂസിങ് പോയിൻറ്റേഴ്സ് ഇംപ്ലിമെൻ്റ് എ പ്രോഗ്രാം ടു കോൺകാറ്റിനേറ്റ് 2 strings. 2 സ്ട്രിങ് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ. സെക്കൻഡ് സ്ട്രിങ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഫസ്റ്റ് വിത്തൗട്ട് സ്പേസ്, വിത്തൗട്ട് യൂസിങ് സ്ട്രിങ് ഫംഗ്ഷൻ. 2 സ്ട്രിങ് സാധാരണ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 2 സ്ട്രിങ് കൊടുക്കുമ്പോൾ ആ രണ്ടാമത്തെ സ്ട്രിങ്ങിനെ ഒന്നാമത്തെ സ്ട്രിങ്ങിൻ്റെ അവസാനത്തിലേക്ക് അപ്പെൻഡ് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇല്ലാത്ത രീതിയിൽ അങ്ങനെ ചെയ്യാനാണ്. അത് വ്യക്തമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ രീതിയിൽ തന്നെ ചെയ്യുക എല്ലാ കോൺകാറ്റിനേഷൻ്റെ കേസുകൾ. സ്പേസ് ഇട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അറേ വെച്ച് ചെയ്തപ്പോൾ ഒന്ന് കാണിച്ചു തന്നതാണ്, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതായത് നോർമലി ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഐയും ജെയും ഞാൻ ലൂപ്പിന് വേണ്ടിയിട്ട് 2 സ്ട്രിങ്ങിൻ്റെ str1ഉം str2ഉം അതിന് രണ്ടിനും ഞാൻ മെമ്മറി അലൊക്കേറ്റ് ചെയ്തു. ഓക്കെ, 20 ക്യാരക്ടേഴ്സ് വെച്ചിട്ട്. ദെൻ ഇവിടെ ഞാൻ വേണമെങ്കിൽ എനിക്ക് മറ്റേ മെമ്മറി അലൊക്കേഷൻ സക്സസ്ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ചെയ്തില്ല. ഓക്കെ, വേണമെങ്കിൽ ചെയ്യാം, അതാണ് സേഫും. ഓക്കെ, str1 ആൻഡ് str2 അത് റീഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ string 1 എൻ്റെ string 2 മൂവ് ടു ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് സ്ട്രിങ്, ഒന്നാമത്തെ സ്ട്രിങ്ങിൻ്റെ എൻഡിലേക്ക് മൂവ് ചെയ്യുക. ഇതൊക്കെ പഴയ ലോജിക്ക് തന്നെയാണ്. നിങ്ങളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെയാണ്. ഇവിടെ എല്ലാം str1 + str1 ഓഫ് ഐക്ക് പകരം, സ്ക്വയർ ബ്രാക്കറ്റിൽ ഐക്ക് പകരം പോയിൻ്റർ ആക്കിയിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അത് രണ്ടും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, പഴയ പ്രോഗ്രാംസ് എടുത്തിട്ട്. അപ്പം ഇവിടെ i = 0 തൊട്ട് നമ്മൾ അവസാനം വരെ /0 വരെ പോകും. ആദ്യത്തെ സ്ട്രിങ് എൻഡ് വരെ മൂവ് ചെയ്തു, അതാണ് ഇവിടെ സംഭവിച്ചത്. ആ സെമിക്കോളൻ ഇട്ടിരിക്കുന്നത് കൊണ്ട് അറ്റം വരെ പോയി. അപ്പം i ഇപ്പോൾ എവിടെ ഉണ്ട്? ആ സ്ട്രിങ്ങിൻ്റെ കൗണ്ടാണ്. ഓക്കെ, ആ സ്ട്രിങ്ങിൻ്റെ കൗണ്ട്, ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ കൗണ്ടാണ്. അങ്ങ് അറ്റമെത്തി /0 നിൽക്കുകയാണ്. ഇനി രണ്ടാമത്തെ സ്ട്രിങ്
ഈ ഒന്നാമത്തേതിൻ്റെ എൻഡിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഈ അറ്റത്തെത്തിച്ചത്, ഈ ഐ അറ്റിലേക്ക് എത്തിച്ചത്. അപ്പോൾ STR രണ്ടാമത്തെ സ്ട്രിങ് എടുക്കുക. ഇനി J0 സ്ട്രിങ് 2 എടുക്കുക. അതും ലാസ്റ്റ് വരെ പോകണം. പക്ഷേ ലാസ്റ്റ് വരെ അങ്ങ് വെറുതെ പോയാൽ പോരാ, ഓരോ പ്രാവശ്യം പോകുമ്പോഴും അതിൻ്റെ ഓരോ ക്യാരക്ടറും എടുത്തിട്ട് ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ എൻഡിലേക്ക് കോപ്പി ചെയ്യുക. അപ്പോൾ അതാണ് STR1 + I + J. I ഇപ്പം എൻഡിൽ നിൽക്കുകയാണ്. ഇപ്പം 5 ആണെങ്കിൽ 5ൽ നിൽക്കുകയാണ്. J ഇപ്പം 0ൽ തുടങ്ങുകയാണ്, രണ്ടാമത്തെ സ്ട്രിങ്. അപ്പം 5 + 0. അപ്പം 5 + 0 അതിൻ്റെ കണ്ടൻറ്റിലേക്ക് ഇവിടെ 0th കണ്ടൻറ്റ് കോപ്പി ചെയ്യുന്നു. സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ 0th ഫസ്റ്റ് ക്യാരക്ടർ കോപ്പി ചെയ്യുന്നു. അടുത്തത് സെക്കൻഡ് ക്യാരക്ടർ കോപ്പി ചെയ്യുന്നു. അടുത്ത് തേർഡ് ക്യാരക്ടർ. അപ്പം ഇവിടെ J മാറി മാറി വരും. അപ്പോൾ 5 + 0, 5 + 1, 5 + 2, 5 + 3 എന്നിവിടെ വരും. ഇവിടെയും 0, 1, 2, 3, 4 എന്ന് വരും. അപ്പം അതിൻ്റെ ഓരോ ക്യാരക്ടേഴ്സും സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ ഓരോ ക്യാരക്ടേഴ്സും കോപ്പി ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, സോ ഇത് എല്ലാം മറ്റേതുപോലെ തന്നെയാണ്. ആ സ്ക്വയർ ബ്രാക്കറ്റ്സിനെ ഒഴിവാക്കി ഇവിടെ പോയിൻ്റർ ആക്കി എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളത് നോക്കണം, രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം. സ്റ്റാർ അപ്പോൾ ലാസ്റ്റ് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും കോപ്പി ചെയ്തു. പക്ഷേ /0 മാത്രം കോപ്പി ചെയ്തില്ല. അതിന് വേണ്ടിയിട്ട് സ്റ്റാർ STR1 + I + J. ഇപ്പം ലാസ്റ്റ് എൻഡിൽ വന്ന് നിൽക്കുക /0യുടെ അവിടെ. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേ ആ ലാസ്റ്റ് എൻഡ് ക്യാരക്ടർ /0 ആക്കി. Okay, so print the concatenated string after concatenation is STR1. അപ്പം അതിൻ്റെ മെമ്മറി ഫ്രീ ചെയ്യുന്നു. സ്ട്രിങ് 1ഉം സ്ട്രിങ് 2ഉം ഫ്രീ ചെയ്യുന്നു. സോ hello1, string 1 is hello, string 2 is world. After concatenation hello world. ഇതിനിടയിൽ സ്പേസും ഇല്ല. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിൻ്റെ എൻഡിലേക്ക് പോയി, ഹെലോയുടെ എൻഡിലേക്ക് പോയി. ഈ ഒരു ഫോർ ലൂപ്പ് വഴി ഇതിൻ്റെ എൻഡിലേക്ക് പോയി, ഹെലോയുടെ എൻഡിലേക്ക് പോയി. അതിനുശേഷം ഹെലോയുടെ എൻഡിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ആ ഇൻഡെക്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ ഓരോ ക്യാരക്ടറും എടുത്തിട്ട് W എടുത്ത് ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്തു, O കോപ്പി ചെയ്തു, R കോപ്പി ചെയ്തു, L കോപ്പി ചെയ്തു, D കോപ്പി ചെയ്തു, പിന്നെ /0 എഴുതി. അപ്പോൾ അതാണ് സ്ട്രിങ് 2. ഓക്കെ, സ്ട്രിങ് 1. അപ്പം ഇങ്ങനെയായി, ഹെലോ വേൾഡ് എന്നായി. ഇനി ഫങ്ഷൻ യൂസ് ചെയ്ത് പോയിൻറ്റേഴ്സും യൂസ് ചെയ്ത് ഫൈൻഡ് വെദർ ഓഡ് ഓർ ഈവൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഓഡ് ആണെങ്കിൽ 0യും ഈവൻ ആണെങ്കിൽ 1ഉം ആക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഓക്കെ, ഈവൻ നമ്പർ മേ ബി ഓക്കെ, ഓഡ് ആണെങ്കിൽ 1ഉം ഈവൻ ആണെങ്കിൽ 0യും ആക്കി ചെക്ക് ചെയ്യാൻ പറയും. ഓക്കെ, നമ്പർ എൻ്റർ ദ നമ്പർ റീഡ് ചെയ്തു. എൻ്റേർഡ് നമ്പർ ഈസ്, എൻ്റർ ചെയ്ത നമ്പർ ഏതാണെന്നുള്ളത് ഒന്ന് പ്രിൻ്റ് ചെയ്തു. അതിനുശേഷം ഓഡ് ഓർ ഈവൻ പിന്നെ അതിൻ്റെ അഡ്രസ്സ്, നമ്പറിൻ്റെ അഡ്രസ്സ് പാസ് ചെയ്തു. ആഫ്റ്റർ ഫങ്ഷൻ കോൾ, അപ്പം ഈ അഡ്രസ്സാണ് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഓഡ് ഓർ ഈവൻ എന്നാണ് എൻ്റെ ഫംഗ്ഷൻ്റെ പേര്. ഓഡ് ഓർ ഈവൻ എന്നാണ് എൻ്റെ ഫംഗ്ഷൻ. പ്രോട്ടോടൈപ്പ് എഴുതിയിട്ടുണ്ട്. അപ്പം ഇൻറ്റ് സ്റ്റാർ, അപ്പോൾ പോയിൻ്ററാണ് അവിടെ പാരാമീറ്ററായിട്ട് വരുന്നത്. ഇവിടെ അഡ്രസ്സ് ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പം നമ്പറിൻ്റെ അഡ്രസ്സ് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവിടെ പോയിൻ്ററാണ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ പോയിൻ്റർ വെച്ച് *n mod 2 = 0. അപ്പം *n mod 2 = 0. അപ്പോൾ അത് ഈവൻ ആണോ? ഈവൻ ആണെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റിനെ അങ്ങ് 0 ആക്കി. അത് ഏത് നമ്പർ ആണെങ്കിലും അതിൻ്റെ കണ്ടൻറ്റിനെ അങ്ങ് 0 ആക്കി, ഈവൻ ആണെങ്കിൽ. അതല്ല ഓടാണെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റിനെ അങ്ങ് 1 ആക്കി. ഓക്കെ, ഞാൻ തിരിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്കും ആഫ്റ്റർ ഫങ്ഷൻ കോൾ നമ്പർ എന്തായി? നമ്പർ ഒന്നെങ്കിൽ 0യോ ഒന്നെങ്കിൽ 1ഓ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ വെച്ച് തന്നെ ചേഞ്ച് ചെയ്തു. അത് സെയിം മെമ്മറി തന്നെ എഫക്റ്റ് ചെയ്യുന്ന പോയിൻ്റർ ആയതുകൊണ്ട്. അപ്പം എൻ്റേർഡ് നമ്പർ ആദ്യം പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷനിലേക്ക് വന്നു. അവിടുന്ന് ഓടാണെങ്കിൽ 1ഉം ഈവൻ ആണെങ്കിൽ 0യും ആക്കി തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഫംഗ്ഷൻ്റെ അകത്ത് ഫംഗ്ഷനിൽ തിരിച്ചു വന്നപ്പോൾ ഇതാണ് വാല്യൂ എന്ന് പറഞ്ഞു. ഇഫ് നമ്പർ = 0 ഈവൻ നമ്പർ, അതർവൈസ് ഓഡ് നമ്പർ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, സോ ഞാൻ നമ്പർ 22 കൊടുത്തു. എൻ്റേർഡ് നമ്പർ ഈസ് 22. അതിനുശേഷം 22ൻ്റെ അഡ്രസ്സ് ഇങ്ങോട്ടേക്ക് വന്നു. ആ 22 ഈവൻ ആയതുകൊണ്ട് അവിടെ 0 ആക്കി തിരിച്ചു വന്നു. ആഫ്റ്റർ ഫങ്ഷൻ കോൾ നമ്പർ ഈസ് 0. ഓക്കെ, ദെൻ ഇഫ് നമ്പർ = 0 ഈവൻ നമ്പർ തിരിച്ച് മറ്റേത് 13. എൻ്റേർഡ് നമ്പർ ഈസ് 13 ആൻഡ് ആഫ്റ്റർ ഫങ്ഷൻ കോൾ നമ്പർ ഈസ് 1. ഓക്കെ, ഇവിടെ ഓടായതുകൊണ്ട് ഇതായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം 1 ആക്കി
തിരിച്ചു പോയി. എന്നിട്ട് ആഫ്റ്റർ ഫംഗ്ഷൻ കോൾ നമ്പർ ഈസ് 1 ആൻഡ് ഓഡ് നമ്പർ ആണെന്ന് പ്രിൻറ്റ് ചെയ്തു. ഇനി പോയിൻ്റർ ആൻഡ് ഫംഗ്ഷൻ റൈറ്റ് ദ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് എ നമ്പർ ആൻഡ് സ്റ്റോർ ഇൻ ദ സെയിം മെമ്മറി. നേരത്തെ പോലെ തന്നെ ഇവിടെ ഞാൻ സ്ക്വയർ അത് പാരാമീറ്റർ പോയിൻ്ററാണ്. ഓക്കെ, ഇവിടെ ഡമ്മി പാരാമീറ്റർ വേണമെങ്കിൽ കൊടുക്കാം, ഞാൻ പാരാമീറ്റർ കൊടുക്കണമെന്നില്ല. സ്റ്റാർ ഇട്ടാൽ തന്നെ അത് ഇൻറ്റിജർ പോയിൻ്റർ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ എൻ്റെ അത് നമ്പർ കൊടുത്തു. എൻ്റെ നമ്പർ ഈസ്, ഞാൻ നമ്പർ എൻ്റർ ചെയ്യുന്നു. അത് എൻ്റെ നമ്പർ ഈസ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. നമ്പർ ഇതാണ് എൻ്റർ ചെയ്തത്. ഇനി ഞാൻ സ്ക്വയർ ഫംഗ്ഷൻ വിളിച്ചു, ആ ഫംഗ്ഷനിലേക്ക് ആ നമ്പറിൻ്റെ അഡ്രസ്സ് പാസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഇതിലേക്ക് എന്താണ്, ഈ അഡ്രസ്സാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ പോയിൻ്റർ ആവണം. അപ്പോൾ n ഇവിടെ പോയിൻ്ററായി. അപ്പം സ്റ്റാർ n അതിൻ്റെ കണ്ടൻറ് എന്തായി, ഇവിടെ ആ എന്നിൻ്റെ അഡ്രസ്സാണ് വന്നത് അല്ലേ, നമ്പറിൻ്റെ അഡ്രസ്സാണ് ഇവിടെ വന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് എന്താക്കി, ഇത് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ മതി, സ്റ്റാർ n ഇൻറ്റു സ്റ്റാർ n. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ കണ്ടൻറ്റിനെ മാറ്റി. അപ്പോൾ ഇപ്പോൾ 5 ആണ് വന്നെങ്കിൽ 5 × 5 25 അതിൻ്റെ മെമ്മറി തന്നെ അങ്ങ് ചേഞ്ച് ചെയ്തു. അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും 5 പോയി, ഇപ്പോൾ 25 അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ സ്ക്വയർ ഓഫ് ദ നമ്പർ ഈസ് നമ്പർ. ആ നമ്പറിനെ തന്നെ ഞാൻ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ആ മെമ്മറി ലൊക്കേഷനിൽ തന്നെയാണ് അവിടെ സ്ക്വയർ ചെയ്ത് വന്നപ്പോഴത്തേക്കും 25 ആയി. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. സോ 9 ഞാൻ കൊടുത്തു, എൻ്റെ നമ്പർ ഈസ് 9, സ്ക്വയർ ഓഫ് ദ നമ്പർ ഈസ് 81 എന്ന് പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, നൗ ഇനി അടുത്തത് ഞാൻ ബബിൾ സോർട്ട് പോയിൻ്ററും ഫംഗ്ഷനും യൂസ് ചെയ്ത് ചെയ്യുകയാണ്. അപ്പോൾ അതിന് ഞാൻ ഫംഗ്ഷൻ അഗെയിൻ ഞാൻ എഴുതി. ഒരു അറേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റാർ എ ഞാൻ പോയിൻ്റർ യൂസ് ചെയ്തു. ഇനി ഇവിടെ ഞാൻ നമ്പർ, ഇവിടെ പിന്നെ ഇത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പാണ്. ഇവിടെ എനിക്ക് എ കൊടുക്കണം നിർബന്ധമില്ല, നമ്പർ കൊടുക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇൻറ്റ് സ്റ്റാർ ഇൻറ്റ് എന്ന് കൊടുത്താലും മതി. ഓക്കെ, നൗ ഞാനിനി ഇവിടെ ഫംഗ്ഷൻ്റെ അകത്ത് എനിക്കൊരു അറേ വേണം, അല്ലെങ്കിൽ അതിനൊരു പോയിൻ്റർ ഡിക്ലെയർ ചെയ്തു. ഐയും എന്നും, ഐ ലൂപ്പിനും n നമ്പർ ഓഫ് എലമെൻസും. ഹൗ മെനി എലമെൻറ്റ്സ്, n നമ്പർ ഓഫ് എലമെൻറ്റ്സ് n ഞാൻ റീഡ് ചെയ്തു. അതിനുള്ള മെമ്മറി അലൊക്കേഷൻസ് നടത്തി. അത് സക്സസ്ഫുൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തു. ഇനി എൻ്റർ ദി എലമെൻറ്റ്സ്, ആ നമ്പർ എല്ലാം റീഡ് ചെയ്തു, A+i യൂസ് ചെയ്ത് റീഡ് ചെയ്തു. ഇനി ബബിൾ സോർട്ടിനെ ഞാൻ കോൾ ചെയ്തു. അതിൻ്റെ അകത്തേക്ക് അറേയും പാസ് ചെയ്തു, എയും പാസ് ചെയ്തു, n നമ്പർ ഓഫ് എലമെൻസും പാസ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ വന്നു. അപ്പോൾ എ വരുന്നത് അറേയാണ് വരുന്നത്. സോ ഇവിടെ അതിൻ്റെ ഫസ്റ്റ് അഡ്രസ്സാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പോയിൻ്ററായി. ഓക്കെ, ഇൻറ്റ് സ്റ്റാർ എ. അപ്പോൾ എൻ്റെ ഇവിടെ അഡ്രസ്സ് വന്നത് ഇവിടെ പോയിൻ്ററിലേക്ക് സ്റ്റോർ ചെയ്തു. n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇതായി എന്നിലോട്ട് സ്റ്റോർ ചെയ്തു. ഇനി ബാക്കി ആ പഴയ ലോജിക്ക് തന്നെ, നമ്മളെ ബബിൾ സോർട്ടിൻ്റെ ലോജിക്ക് തന്നെ, അത് ഈ ഫംഗ്ഷനിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളെ സ്റ്റാർ A+jയും സ്റ്റാർ A+j+1 യൂസ് ചെയ്ത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ ലോജിക്ക് തന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ട ഐയും ജെയും ടെമ്പും ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇത് സോർട്ടഡ് ആയി കഴിഞ്ഞു. സെയിം അറേയിൽ തന്നെയാണ് മാറ്റം വരുത്തുന്നത്. അപ്പോൾ ആ അറേ എലമെൻറ്റ്സ് സോർട്ടഡ് ആയിട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ സോർട്ടഡ് എലമെൻറ്റ്സ് ആർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എലമെൻറ്റ്സിനെ എല്ലാത്തിനെയും പ്രിൻറ്റ് ചെയ്യുന്നു. ഫോർ i = 0, i <n, i+1, i++, ആ എലമെൻറ്റ്സിനെ ഞാനൊന്ന് പ്രിൻറ്റ് ചെയ്താൽ ഇപ്പോൾ സോർട്ടഡ് ആയിരിക്കും. ഇവിടെ റീഡ് ചെയ്തപ്പോൾ അത് സോർട്ടഡ് അല്ല, ഞാൻ ഫംഗ്ഷനിലേക്ക് വന്നു, ഇവിടെ സോർട്ട് ചെയ്തു. പക്ഷേ അത് സെയിം മെമ്മറി ലൊക്കേഷനിൽ തന്നെയാണ് മാറ്റം വരുന്നത്. തിരിച്ചു വന്നു, ഞാൻ ഇവിടെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ സോർട്ടഡ് ആയി. ഓക്കെ, എൻ്റെ ആവശ്യം കഴിഞ്ഞ് ഞാൻ ഇവിടെ മെമ്മറി ഫ്രീ ചെയ്തു. ഓക്കെ, സോ ദ ഔട്ട്പുട്ട് വിൽ ബി ഹൗ മെനി എലമെൻറ്റ്സ്, 5. എൻ്റെ ദ എലമെൻറ്റ്സ്, ഞാൻ എലമെൻറ്റ്സിന് ഇപ്പോൾ കൊടുത്തു. സോർട്ടഡ് എലമെൻറ്റ്സ് ആർ, ആ എലമെൻറ്റ്സിനെ സോർട്ട് ചെയ്ത് പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് ഫംഗ്ഷൻ ടു പെർഫോം പോയിൻറ്റേഴ്സും ഫംഗ്ഷൻ യൂസ് ചെയ്ത് ലീനിയർ സെർച്ചാണ് അവിടെ നടക്കുന്നത്. ഇവിടെ പ്രോട്ടോടൈപ്പ് പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടോ, ഇവിടെ ഡമ്മി വേരിയബിൾസ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻറ്റ് സ്റ്റാർ ഇൻറ്റ്. അപ്പോൾ ഒന്നാമത്തത് അറേക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനൊരു ഇക്വലൻ്റ് ആയിട്ടുള്ള പോയിൻ്റർ, ഇവിടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അറേയിലേക്ക്, ഫംഗ്ഷനിലേക്ക്, പിന്നെ ഇത് സെർച്ച് കീ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മെയിനിൽ എനിക്ക് അറേ ഇക്വലൻ്റ് ആയിട്ട് ഞാൻ പോയിൻ്റർ ഡിക്ലെയർ ചെയ്തു. ലൂപ്പിങ്ങിന് വേണ്ടി നമ്പർ ഓഫ് എലമെൻറ്റ്സ്, സെർച്ച് കീ, പിന്നെ ഇൻഡെക്സ് റിട്ടേൺ ചെയ്ത് വരുന്നതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൗ മെനി എലമെൻറ്റ്സ് ഞാൻ സ്റ്റോർ ചെയ്തു. എന്നിട്ട് അതിൻ്റെ മെമ്മറി അലൊക്കേഷൻസ് നടത്തി സക്സസ്ഫുൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തു.
എൻ്റർ ദി എലമെൻറ്റ്സ്, ഞാൻ എലമെൻറ്റ്സിനെ റീഡ് ചെയ്തു. ഇതൊക്കെ സെയിം കൺസെപ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്ത. A+I ഓക്കെ യൂസ് ചെയ്ത് റീഡ് ചെയ്യുന്നു. എൻ്റർ ദി എലമെൻറ്റ് ടു ബി സെർച്ച്ഡ്, ഞാൻ K റീഡ് ചെയ്തു. ഓക്കെ, അതാണ് സെർച്ച് ചെയ്യാനുള്ളത്. ഞാൻ ഇനി ഫംഗ്ഷൻ വിളിക്കുകയാണ് ലീനിയർ, അതാണ് എൻ്റെ ഫംഗ്ഷൻ്റെ പേര് അല്ലേ, ലീനിയർ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ അറേ പാസ് ചെയ്തു. അപ്പം എയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ആണ് പോകുന്നത്. ഇനി N നമ്പർ ഓഫ് എലമെൻറ്റ്സ് പോയി. ഇനി K സെർച്ച് കീ പോവുകയാണ്. ഓക്കെ, നമ്പർ ഓഫ് എലമെൻറ്റ്സും കെയും എന്നും കെയും പോയി, നമ്പർ ഓഫ് എലമെൻറ്റ്സും കെയും പോയി. അപ്പം ഇങ്ങോട്ടേക്ക് വന്നു. അപ്പം എ എന്ന് പറയുന്നത് ഇവിടെ വന്നു, സ്റ്റാർട്ടിങ് അഡ്രസ്സ് അറയിലേക്ക് വന്നു. നൗ എൻ ഇവിടെ എൻ തന്നെയാണ്, കെ ഇവിടെ കീയിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റിജർ റിട്ടേൺ ചെയ്ത് പോകുന്നുണ്ട്. അതാണ് അതിൻ്റെ ഇൻഡെക്സ്, എവിടെയാണ് എലമെൻറ്റ് ഫൈൻഡ് ചെയ്തത് എന്നുള്ളത്. ഓക്കെ, സോ ഇനി ഞാൻ ഒരെണ്ണം ഞാനിവിടെ ഫോർ ലൂപ്പിന് വേണ്ടിയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. I = 0, I <n I++. n ഇവിടെ വന്നതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സിൻ്റെ ഞാൻ ലൂപ്പിംഗ് മൂവ് ചെയ്തു. ഇഫ് അറേ എലമെൻറ്റ്സ് ഓരോ എലമെൻറ്റും ARR+0 അതിൻ്റെ കണ്ടൻറ്റ് അത് കീ ആണോ, ഈ നമ്മുടെ സാധാരണ പിന്നെ ലീനിയർ സെർച്ചിന് എന്താ ചെയ്യുന്ന അറേയുടെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തു, അതിന് പകരം ഇവിടെ +I യൂസ് ചെയ്ത് സ്റ്റാർ പോയിൻ്റർ യൂസ് ചെയ്തു. = കീ, അപ്പോൾ കീ ഇവിടെ വന്നിട്ടുണ്ട്, ഏതിനെയാണ് സെർച്ച് ചെയ്യേണ്ടതെന്ന് അത് തമ്മിൽ കമ്പയർ ചെയ്ത് ഈക്വൽ ആണ് എങ്കിൽ നമ്മൾ കണ്ടു അല്ലേ, ആ ഇൻഡെക്സിലാണുള്ളത്, ആ ഇൻഡെക്സ് അങ്ങ് റിട്ടേൺ ചെയ്തു, റിട്ടേൺ ആയി. നമ്മളിവിടെ ഫ്ലാഗ് യൂസ് ചെയ്യുന്നില്ല നേരത്തെ പോലെ, അതിൻ്റെ ആവശ്യമില്ല. കാര്യം നമ്മൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻഡെക്സ് തന്നെ അങ്ങ് റിട്ടേൺ ചെയ്യുക, ആ ഇൻഡെക്സ് ഇവിടെ റിട്ടേൺ ചെയ്ത് പോകും. ഓക്കെ, അപ്പം ഇവിടെ വരുമ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ, കിട്ടിയില്ല എന്നാണ് അല്ലേ. കിട്ടിയിരുന്നുവെങ്കിൽ ഇവിടെ വെച്ച് തന്നെ എവിടെയെങ്കിലും വെച്ച്, ഇപ്പം 10 എലമെൻറ്റ്സ് ഉള്ളതാണ്, 5th എലമെൻറ്റ് കണ്ടു, 5th എലമെൻറ്റ് കണ്ടെങ്കിൽ ഇവിടെ വെച്ച് അങ്ങ് റിട്ടേൺ ചെയ്തേനെ, ഇങ്ങോട്ടേക്ക് വരില്ല. ഓക്കെ, അപ്പം ഇവിടെ വെച്ച് അങ്ങ് പോയേനെ, അപ്പം റിട്ടേൺ 5 എന്നും പറഞ്ഞങ്ങ് പോയേനെ, അല്ലെങ്കിൽ റിട്ടേൺ 4 എന്നും പറഞ്ഞങ്ങ് പോയേനെ. അപ്പം ഇവിടെ വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം കിട്ടിയില്ല എങ്കിൽ -1 റിട്ടേൺ ചെയ്യുക. അപ്പം ഒന്നുകിൽ ഇൻഡെക്സിൽ ഒരു ഇൻഡെക്സ് റിട്ടേൺ ചെയ്യും, വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് റിട്ടേൺ ചെയ്യും, 0 തൊട്ട് n വരെയുള്ള അല്ലെങ്കിൽ 0 തൊട്ട് n-1 വരെയുള്ള ഒരു വാല്യൂ റിട്ടേൺ ആവും, അതല്ലെങ്കിൽ -1 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പം ഇൻഡെക്സ് -1 ആണെങ്കിൽ ഇൻഡെക്സ് -1 അല്ല എങ്കിൽ, നോട്ട് ഈക്വൽ ടു -1 ആണെങ്കിൽ എലമെൻറ്റ് ഫൗണ്ട് അറ്റ് ഇൻഡെക്സ് ഇൻറ്റ്. ഓക്കെ, ആ വന്ന ഇൻഡെക്സിൽ ആണ് എലമെൻ്റ് ഉള്ളത്, അതല്ലെങ്കിൽ എലമെൻറ്റ് നോട്ട് ഫൗണ്ട്. ഓക്കെ, അപ്പം -1 ആണ് വന്നതെങ്കിൽ നോട്ട് ഫൗണ്ട്. ഓക്കെ, ആവശ്യം കഴിഞ്ഞു എലമെൻറ്റ് അറേ ഫ്രീ, പോയിൻ്റർ ഫ്രീ ചെയ്യുക. സോ ഇതിൻ്റെ ഔട്ട്പുട്ടും കൂടെ നോക്കുക. ഹൗ മെനി എലമെൻറ്റ്സ് 5, എൻ്റർ ദി എലമെൻറ്റ്സ് 44, ആ എലമെൻറ്റ്സ് എല്ലാം എൻ്റർ ചെയ്തു. എൻ്റർ ദി എലമെൻറ്റ് ടു ബി സെർച്ച്ഡ്, ഞാൻ 1 കൊടുത്തു, 1 എലമെൻറ്റ് ഫൗണ്ട് അറ്റ് ഇൻഡെക്സ് 3. ഓക്കെ, അപ്പോൾ എലമെൻറ്റ്സിനെ ഞാൻ ഇവിടെ റീഡ് ചെയ്തിട്ട് ഞാൻ ഇവിടത്തേക്ക് പാസ് ചെയ്തു, അറേ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്തു. ഇനി ഞാൻ ഇവിടെ അറേ ഞാൻ ഓരോന്നും ചെക്ക് ചെയ്തു, 0th പൊസിഷൻ ചെക്ക് ചെയ്തു, 1 ചെക്ക് ചെയ്തു, 2 ചെക്ക് ചെയ്തു, 1 ചെക്ക് ചെയ്തു, 3 ചെക്ക് ചെയ്തു. 3 ചെക്ക് ചെയ്തപ്പോൾ പൊസിഷനിൽ വന്നു, അപ്പോൾ റിട്ടേൺ 3 അങ്ങ് പോയി, അപ്പോൾ 3 ഇൻഡെക്സിൽ വന്നു. ഇഫ് ഇൻഡെക്സ് നോട്ട് ഈക്വൽ ടു -1, കറക്റ്റ്, നോട്ട് ഈക്വൽ ടു -1 ആണ്, അപ്പോൾ എലമെൻറ്റ് ഫൗണ്ട് അറ്റ് ഇൻഡെക്സ് 3 എന്ന് പ്രിൻറ്റ് ചെയ്തു. ഇനി ഇല്ലാത്ത എലമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റിട്ടേൺ -1 ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ -1 ആയിരിക്കും. അപ്പോൾ ഇവിടെ എൽസ് പാർട്ടിൽ എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്നുള്ളത് വരും. അപ്പോൾ 6 കൊടുത്തപ്പോൾ എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ പോയിൻറ്റേഴ്സും ഫങ്ഷൻസും യൂസ് ചെയ്തിട്ടുള്ള അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്. സോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നോക്കുക, മനസ്സിലാക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.